അമ്മച്ചോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാമറയുടെ മുന്നിലൊന്നും ഇരിക്കാൻ പറഞ്ഞു. ആളുടെ ഡ്രസ്സൊക്കെ മാറി ചെയ്യുന്നിട്ട് ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതാണ് നാട്ടുകാരെന്ത് വിചാരിക്കുന്നു നോക്കാണ്ട് നമ്മൾ ജീവിക്കുക. നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക. അതാണ് മെയിൻ പോയിന്റ്. പിന്നെ ഇന്നേ വരെ എനിക്ക് ഡ്രസ്സ് എടുത്ത് തായി എന്ന് പറഞ്ഞിട്ട് ഒരു പൈസ പോലും ഞാൻ എന്റെ കിട്ടുന്നത് ചോദിച്ചിട്ടില്ല. അന്ന് ഞാൻ നടത്തിച്ച മേലാക്കം ഒരു പൈസ പോലും ഞാൻ അടുത്ത് ചോദിച്ചിട്ടില്ല. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദിസ് വ്ലോഗ്സ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അമ്മച്ചിനെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അമ്മച്ചി എന്തിനാ വന്നിരിക്കണെന്ന് അമ്മച്ചിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണ്ട അമ്മച്ചി, വേഗം വായോ, ഡ്രസ്സൊക്കെ മാറിക്കോ, ചെയ്യും വേണമെങ്കിൽ ചെയ്യാനൊക്കെ എടുത്തിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മച്ചിനെ കൊണ്ടിരുത്തി. അമ്മച്ചിക്ക് ഒരു ഐഡിയയും ഇല്ല ഞാനിവിടെ എന്തിനാ ചെയ്യാൻ പോണേന്ന്. അപ്പൊ ഞാൻ ചെയ്യാൻ പോണെന്ന് എന്താ അറിയാം അമ്മച്ചിക്ക്? ഇല്ല, അമ്മച്ചിക്ക് ഒന്നും അറിഞ്ഞൂടാ. അമ്മച്ചിയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ക്യാമറയുടെ മുന്നിലൊന്നും ഇരിക്കാൻ പറഞ്ഞു. ആളുടെ ഡ്രസ്സൊക്കെ മാറി ചെയ്യുന്നിട്ട് അല്ല, ഡ്രസ്സ് ഇന്നലെ നല്ല ഡ്രസ്സായിരുന്നു ഇട്ടിരുന്നത്. അത് കാരണം കൊണ്ട് ഡ്രസ്സ് മാറിയിട്ട് അതിന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോ അതന്നെ വൈകുന്നേരം ആ മൂരി വെച്ചിട്ട് പകലെടുത്ത് എടുക്കണം. അത് ശരി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 2-3 ദിവസമായി മറ്റേ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെ വാർത്തയിലും എല്ലാത്തിലും എന്താ പറയാ, ഒരു പെൺകുട്ടി മരിച്ചതിന്റെ, സ്ത്രീധനം കാരണം ഒരു പെൺകുട്ടി മരിച്ചതിന്റെ ഭയങ്കര വാർത്തകളാ 2-3 ദിവസമായിട്ട്. അല്ലേ അമ്മച്ചി? അപ്പൊ മനസ്സിലായി. അതന്നെ, അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോ ഒന്നുമില്ല. ഏറി വന്ന 1-2 മാസം അതോടുകൂടി കഴിഞ്ഞു. പിന്നെ വേറൊരു വാർത്ത കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂസ് അല്ല ചാനൽസ് ആ വാർത്തയിലേക്ക് പോകും. അപ്പൊ ഈ വാർത്ത കഴിഞ്ഞു അതോടുകൂടി. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാന്ന് അറിയാൻ പറ്റിയ ഇപ്പൊ ഞാൻ അമ്മച്ചോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോവാണ്. അമ്മച്ചത് ചോദിക്കട്ടെ ഞാന്. അപ്പൊ സ്ത്രീധനത്തെ കുറിച്ചായിരുന്നല്ലോ ഭയങ്കര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മച്ചോട് എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്: സ്ത്രീധനം വാങ്ങുന്നതിനും കൊടുക്കുന്നതിനെ കുറിച്ച് അമ്മച്ചിയുടെ അഭിപ്രായം എന്താ? അത് പലരുടെ ഇഷ്ടല്ലേ കൊടുക്കുന്നത് മേടിക്കുന്നത്. ചിലര് കണക്ക് പറഞ്ഞ് മേടിക്കും, ചിലരൊന്നും വേണ്ടാന്ന് പറയും. അത് പല വിധത്തിലുണ്ട്. അതെനിക്കറിയാം. അമ്മച്ചിയുടെ അഭിപ്രായം എന്റെ അഭിപ്രായം ആരും മേടിക്കരുത്, കണക്ക് പറഞ്ഞ് മേടിക്കരുത്. ഇഷ്ടമുള്ളവർ അവരുടെ മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാണ്ടിരിക്കും. എന്റെ വീട്ടിലേക്ക് വന്നപ്പോ അമ്മച്ചി പറഞ്ഞിരുന്ന ഇത്ര സ്ത്രീധനം വേണമെന്ന്. ഇവിടെ ഒന്നും ചോദിച്ചിട്ടില്ല. ഇതിന്റെ സ്ത്രീധനം കണ്ടിട്ടില്ല. നിന്റെ ഇഷ്ടമായി. അതാണ് ഇവിടെ തപ്പൂന്റെ അതെ അവര് ചോദിച്ചിട്ടില്ല. അതന്നെ, സ്ത്രീധനം ചോദിച്ചിട്ടില്ല. ഇപ്പൊ അല്ല, എനിക്ക് എന്തോരാവണം എനിക്കായാലത് അപ്പച്ചനായാലത് ഒരു സ്ത്രീധനം ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ല. അപ്പൊ എനിക്കിപ്പൊ വീട്ടിൽ നിന്ന് എത്ര കിട്ടിയെന്ന് അമ്മച്ചി എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചോദിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ അന്വേഷിക്കണം. നിന്റെ നിന്റെ ഇഷ്ടമുള്ളതൊന്നും നീ എന്റെ ഇഷ്ടം. പിന്നെ എന്നിട്ട് പിന്നെ ഒരു ചോദ്യം അത് ചോദിക്കാവുന്നതാ. എന്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോ സ്വാഭാവികമായിട്ട് അപ്പുറം അപ്പുറമുള്ളവരൊക്കെ ചോദിക്കല്ലോ എത്ര കിട്ടി അങ്ങനെ ചോദിക്കില്ല. അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടാ? അങ്ങനെ ആരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറയാറുണ്ട്, ഞങ്ങൾ ചോദിക്കാറില്ല. അവർക്ക് ഇഷ്ടമുള്ളവർക്ക് അവരുടെ കാർന്നവർക്ക് ഇഷ്ടത്തിൽ കൊടുക്കാണ്ടിരിക്കുക. അതാ അമ്മച്ചി ചോദിച്ചിട്ടില്ല. മുതൽ നോക്കി ഇഷ്ടപ്പെട്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതിപ്പോഴും അങ്ങനെയാണ് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴെല്ലാം അത് തന്നെ പറയുന്നുള്ളൂ. തന്നത് വേണമെങ്കിൽ അവരോട് കൊണ്ടുപോകണം പറയുന്നോ പറയും. അതെ. അപ്പൊ ഇത് ഇപ്പൊ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം എന്റെ അടുത്ത് ഇന്നലെ മാത്രമല്ല കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നു. കാരണം എന്റെ കല്യാണമൊക്കെ അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പൊ അമ്മച്ചീനെയും അല്ലെങ്കിൽ എന്റെയും അഭിപ്രായം ചോദിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മച്ചിയുടെ അഭിപ്രായം കേട്ടില്ലേ? ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നത് ഇപ്പൊ അമ്മച്ചി ചോദിക്കേ, ഇല്ലെങ്കിൽ സ്റ്റെപ്പ് ചേട്ടൻ ചോദിക്കേ, അല്ലെങ്കിൽ ഇവിടുത്തെ വീട്ടുകാർ ചോദിക്കേ, ആരും ചോദിച്ചിട്ടില്ല. ഇന്നലെ കാര്യം ചോദിച്ചിട്ടില്ല. അതുപോലെ എനിക്ക് തന്നേക്കണം ഗോൾഡ് സാധനങ്ങളൊക്കെ എവിടെ ഇരിക്കണേന്നാ അല്ലെങ്കിൽ അത് എവിടേക്ക് കൊണ്ടുപോകണമെന്ന് ആരും ഇടണമെന്ന് ആരും ഇവരെ അന്വേഷിക്കാനും വന്നിട്ടില്ല. ഞങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് വേറെ കാര്യം. ഞങ്ങൾ ഇത്ര കൊടുക്കും എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. സാധാരണ അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങളുടെ എല്ലാ ഉറപ്പിക്കലിലും ഞങ്ങൾ കാണാറുള്ളതാണ്. ഇപ്പൊ എനിക്കും ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാ ഉറപ്പിക്കലിലും കാണാറുള്ളതാ. പെണ്ണിന്റെ വീട്ടുകാര് പറയും ഞങ്ങൾ ഇത്ര കൊടുക്കും എന്ന്
പറയും സാധാരണ. പക്ഷെ ഞങ്ങൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമുള്ള ഞങ്ങൾ ഇത്ര തരം ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരോട് ചോദിച്ചില്ല. അല്ല അതങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ പറയാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല കേട്ടാ. ചോദിച്ചൊന്നുമില്ല കേട്ടാ. അത് അമ്മച്ചിക്ക് അറിയില്ല ഞാൻ അവിടെ കൊണ്ട് വെക്കണമെന്നാ അല്ലെങ്കിൽ ഞാനത് എവിടെ ഇട്ടിട്ട് പോകണമെന്നാ. ഞാൻ ഒന്നും ഇടാറൊന്നുമില്ല സത്യം. അപ്പൊ ഈ സ്ത്രീധനം എന്നുള്ളതിനോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്തിനാ പറയാ അമ്മച്ചി, ഇപ്പൊ കൊറേ ആൾക്കാർക്കൊന്നും സ്ത്രീധനം എന്നുള്ള ഒരു പേരിലല്ല എല്ലാവരും കൊടുക്കണതല്ലേ. അവനാന്റെ മക്കൾക്ക് അവനാന്റെ ഇഷ്ടമുള്ളത് കൊടുക്കണു, അത്രയ്ക്കേ ഉള്ളൂ. അല്ലാണ്ട് ചോദിച്ചു നടക്കണവരുണ്ട്. അതങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങാണ്ടിരിക്കുക അല്ലേ. എന്തിനാ കണക്ക് പറഞ്ഞ് വാങ്ങണേ? അതിന്റെ ആവശ്യമില്ലല്ലോ. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് അത് ചിലവര് ആ പെണ്ണിന്റെ മുതലുകൊണ്ട് ജീവിക്കാൻ കണ്ടു ജീവിക്കാൻ കണ്ട് അതന്നെ ഒരു തൊഴിലും അങ്ങനെ ഉണ്ടാവട്ടെ, അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എന്താ പറയാ, നമ്മുടെ ഇതിന് നമുക്ക് ഇതിനാ കഴിപ്പുണ്ടെങ്കിൽ കിട്ടിയാൽ മതി അല്ലേ അമ്മച്ചി? നമുക്ക് നമ്മൾക്ക് അന്തസ്സായിട്ട് പണിയെടുത്ത് നോക്കാനുള്ള കഴിവ് വേണം. അല്ലാണ്ട് അവരുടെ മുതലോക്കി നിന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നോക്കാണ്ടിരിക്കുക അല്ലെ. അതല്ലേ പറയാനുള്ള. പിന്നെ ഈ കെട്ട് കഴിഞ്ഞിട്ടൊക്കെ ഇപ്പൊ എനിക്കുണ്ടായാലും പറയാട്ടാ. ഒരു ദിവസം ഇങ്ങനെ ഒരു വീട്ടിക്ക് പോയപ്പോ അവിടെയുള്ള ആൾക്കാർ പണ്ടത്തെ ആൾക്കാരാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവര് കുറെ നാളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ അപ്പന്റെ അമ്മയുടെ അല്ലെങ്കിൽ അമ്മച്ചിയുടെ ഏജിലുള്ള ആൾക്കാര് പണ്ടത്തെ കാരണവന്മാരെ എങ്ങനെ പറഞ്ഞു കൊടുത്തോ അതുപോലെയാണ് അവര് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം വീട്ടിൽ പോയപ്പോ ഞാൻ പുതുപ്പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈമയും കാലിമയും നിറയെ ഇട്ട് നടക്കണം മാത്രമേ പറയല്ലേ. പുതുപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാത്രേ. അപ്പൊ ഞാനാണെങ്കിൽ ആ വീട്ടിൽ പോയി ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. വള ഇട്ടിട്ടില്ല. ഒരു വള അങ്ങോട്ട് ഇട്ടുണ്ടായിരുന്നു. ഒരു വള കുഞ്ഞ് ചെയ്യാനേ ഇട്ടുണ്ടായിരുന്നുള്ളൂ ഞാന്. അപ്പൊ അവിടെ ഉള്ള ഒരാൾ ചോദിക്കുക ഒന്നും തന്നില്ലേ വീട്ടിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞു ഞാന് അവിടുത്തെ വീട്ടിലത്തെ ആൾക്കാരോട്. അത് സ്വാഭാവികമാണ്. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമല്ല അമ്മച്ചി. അത് ഇപ്പൊ ഈ വയസ്സുള്ള ആൾക്കാരൊക്കെ അത് ഫോളോ ചെയ്ത് പോണോരാ. പിന്നെ ഒരു സൊസൈറ്റിനെ ഫുള്ളായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കണ കാര്യമില്ല. നമ്മൾ തന്നെ ചേഞ്ച് ചെയ്യണം അല്ലേ. ഓരോരുത്തരായിട്ട് ചേഞ്ച് ചെയ്ത് തുടങ്ങണം. ഇപ്പൊ എന്റെ ജനറേഷനിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് സ്ത്രീധനം വേണോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് ഒന്നും ഇപ്പൊ എന്റെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവില്ല, എനിക്ക് ഇല്ല. അപ്പൊ ഭൂരിഭാഗം എന്റെ ജനറേഷനിലുള്ള ആൾക്കാർക്കൊന്നും അങ്ങനത്തെ ഒരു കൺസെപ്റ്റേ ഉണ്ടാവില്ല. അപ്പൊ ഇനി ഇവിടെ തൊട്ടാണ് ഇനി ചേഞ്ചസ് വരുത്തേണ്ടത്. അല്ലാണ്ട് പഴയ ആൾക്കാരെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരെ മാറ്റാൻ നോക്കിയിട്ടൊന്നും യാതൊരു ഉപകാരമില്ല. ഒരു കൊല്ലം 1.5 കൊല്ലം ഏകദേശം അത്രയ്ക്ക് ആയിട്ടുള്ളൂ. ആ ഒരു എന്നിട്ടാണ് അതന്നെ. അതും ഇപ്പൊ നമ്മുടെയൊക്കെ പ്രായമുള്ളവരെ തന്നെയാണ് അവരും. വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. പെൺകുട്ടിക്ക് 23-24 വയസ്സ്. എന്റെ പ്രായമാണ് ആ കുട്ടി. നമ്മളായിട്ടാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത്. അല്ലാണ്ട് മറ്റേ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് നോക്കിയിട്ട് ഇരിക്കാന്ന് പറയണത് അതൊരു കൊട്ടേർപ്പാടാ അല്ലേ. കൊട്ടേർപ്പാട് തന്നെ ഞാനതാ പറയുള്ളൂ, കൊട്ടേർപ്പാടാ. പിന്നെ ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് എന്താ പറയാ സ്ത്രീധനം കൊടുക്കുക അല്ലെങ്കിൽ ഒരു 18 വയസ്സാകുമ്പോ എങ്ങനെയെങ്കിലും പെൺപിള്ളേരെ കെട്ടിച്ചു വിടാനായിട്ട് നോക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം അല്ലേ. ഇപ്പോഴുണ്ട് ഭൂരിഭാഗം. ഇപ്പൊ എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ല ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. ഭയങ്കര പൊട്ട കാലമാണ്. അപ്പൊ എങ്ങനെയെങ്കിലും കുട്ടി പ്രായമാകുമ്പോൾ ഒന്ന് കെട്ടിച്ചു വിടണം, ഏതെങ്കിലും നല്ലൊരു ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള അപ്പനമ്മമാരാണ് നമുക്കുള്ളത്. പക്ഷെ അതല്ലാണ്ട് നമ്മള് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാം ഒരു പെൺകുട്ടിക്ക്. അതായത് ഇപ്പൊ നമ്മളൊരു കുടുംബത്തിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് കെട്ടിയോനെയോ അല്ലെങ്കിൽ വീട്ടുകാരെ ആശ്രയിക്കാണ്ടിരിക്കുക. അതിനുള്ള ടൈപ്പ് എഡ്യൂക്കേഷൻ വീട്ടുകാർ പെൺകുട്ടികൾക്ക് കൊടുക്കുക. അതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതിന്റെ എക്സാമ്പിൾ ഞാൻ തന്നെ പറയാം. എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറയാം. എൻ്റെ ഇപ്പോൾ സ്റ്റെപ്പ് ചാട്ടൻ കെട്ടണേലും മുൻപ് ഞങ്ങൾ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സമയത്ത് ഞാനൊരു ദിവസം ഓൺലൈനിലെ കുറെ ഡ്രസ്സുകളൊക്കെ അങ്ങനെ നോക്കണ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനങ്ങനെ ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് എനിക്ക് കിട്ടി. ഓർമ്മയില്ല അവിടെ അത് അമ്മച്ചിക്ക് അറിയുന്നു. നല്ല ഭംഗിയുള്ള ഞാൻ പറയട്ടെ.
ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് ഇടാം. അത് നല്ല ഭംഗിയുള്ള ഒരു പച്ച കളർ ഒരു ചുരിദാറായിരുന്നു, ഒരു ടോപ്പ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാനത് എന്റെ വീട്ടുകാരുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ചുമ്മാ സ്റ്റെപ്പിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കിത് വാങ്ങി തരുമോ എന്ന് ചോദിച്ചു. നല്ല ഭംഗിയുള്ള ഡ്രസ്സായിരുന്നു. അപ്പൊ ആളെടുത്ത് ഒഴുക്കി പറഞ്ഞു ഇല്ല ഞാൻ വാങ്ങി തരിക എന്ന് പറഞ്ഞു. നിന്റെ കയ്യിലുള്ള ഡ്രസ്സ് ഇട്ട് കഴിക്കുന്നു പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞു ഓക്കെ ശരി വാങ്ങി തരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രാവശ്യം കൂടി ഞാൻ ചോദിച്ചു, വേറൊരു ഡ്രസ്സ് കണ്ടപ്പോ ഇതെനിക്ക് വാങ്ങി തരുമോ എന്ന് ചോദിച്ചു. അന്ന് എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, അന്ന് എനിക്ക് യൂട്യൂബ് ഇല്ല, മറ്റേ പോക്കറ്റ് മണി ഇല്ല, ഒന്നുമില്ല. പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ സമയത്തും. ഞാൻ ഡിപ്ലോമയാണ് പഠിക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വേറെ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ദിവസം ഇത് വാങ്ങിയില്ല ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ വാങ്ങി തരില്ല എന്ന് പറഞ്ഞു. ഓക്കെ ശരി ഞാൻ പറയട്ടെ, രണ്ട് വട്ടം ഞാൻ ചോദിച്ചിട്ടുള്ളൂ എനിക്ക് കിട്ടുന്ന അടുത്ത് പൈസ. പിന്നെ ഇന്നേ വരെ എനിക്ക് ഡ്രസ്സ് എടുത്ത് തായി എന്ന് പറഞ്ഞിട്ട് ഒരു പൈസ പോലും ഞാൻ എന്റെ കിട്ടുന്നത് ചോദിച്ചിട്ടില്ല. അന്ന് ഞാൻ ഉറപ്പിച്ചതാ മേലാക്കം ഒരു പൈസ പോലും ഞാൻ അടുത്ത് ചോദിച്ചിട്ടില്ല. ഓണത്തിനല്ലേ ഈസ്റ്ററിന്. ഈസ്റ്ററിന് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈസ്റ്ററിന്റെ അന്ന് സ്റ്റെജത് വാങ്ങിക്കൊണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മനുഷ്യ ഇത് എനിക്ക് ഇഷ്ടമുള്ള സമയത്താണ് കിട്ടുന്നത്, പക്ഷെ നമുക്ക് ചോദിച്ച സമയത്ത് 10 പൈസ നമുക്ക് നമുക്ക് കിട്ടിയില്ല. അപ്പൊ അന്നേ പിന്നെ ഞാൻ വിചാരിച്ചാണ് പിന്നെ ഞാൻ പൈസ ചോദിക്കില്ലെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര സ്വർണം കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, ആ പൈസ കൊണ്ട് നിങ്ങൾ അവരെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കുക. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ശേഷി അതാണ് ഏറ്റവും ആദ്യം ആക്കി കൊടുക്കേണ്ടത്. എന്നാലേ ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഉണ്ടായി കഴിഞ്ഞാലോ, ഇപ്പൊ കുടുംബത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടായാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാല് അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാണ്ട് നിൽക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റും. ഇനിയിപ്പോ ആരെങ്കിലും വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കിയെന്ന് വിചാരിക്കുക, അപ്പൊ അവര് സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുമ്പോ നമ്മുടെ അപ്പനമ്മയ്ക്കും ബാധ്യത ആവാണ്ട് നിൽക്കാനുള്ള ഒരു ശേഷി അവർക്ക് ഉണ്ടാവും. അപ്പൊ ഏറ്റവും ആദ്യം ബെറ്റർ എഡ്യൂക്കേഷൻ ആണ് ഗേൾസിന് കൊടുക്കേണ്ടത്. അതുപോലെ ഇപ്പൊ ഈ സ്ത്രീധനത്തിന്റെ പേരിൽ വല്ല തല്ലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, കുടുംബത്തിൽ വല്ല തല്ലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇട്ടെറിഞ്ഞ് പോരാൻ പറയണം. അല്ലാണ്ട് പിന്നെ അവിടെ പഠിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇട്ടെറിഞ്ഞ് പോരാൻ പറയണ ആ ഒരു മൈൻഡും കൂടി നമ്മുടെ അപ്പനമ്മമാർക്കൊക്കെ വേണം. അല്ലാണ്ട് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാല് അല്ല മകള് വീട്ടിൽ തല്ലുണ്ടാക്കി വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, അവരുടെ കസിൻസ് എന്ത് പറയും, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? കാരണം നാട്ടുകാരല്ല നമുക്ക് തിന്നാൻ തരുന്നത്, അല്ലെങ്കിൽ നമ്മളെ നോക്കണതോ നമുക്ക് ചെലവിന് തരണതോ ഒന്നും നാട്ടുകാരല്ല. അവര് പറയണത് എന്തിനാ നമ്മൾ നോക്കണേ? അങ്ങനെ ഒരു തല്ലുണ്ടായി കഴിഞ്ഞാൽ തന്നെ വീട്ടിലേക്ക് ഇട്ടെറിഞ്ഞ് നീ അവിടെ നിന്ന് ഇട്ടെറിഞ്ഞ് പോരെ എന്ന് പറയാനുള്ള ഒരു ഇതെങ്കിലും നമ്മുടെ വീട്ടുകാർക്ക് ഉണ്ടാവണം. അല്ലാണ്ട് അവര് നാട്ടുകാരെ നോക്കി നടന്നിട്ടൊന്നും വലിയ ഉപകാരം കിട്ടാൻ പോകുന്നില്ല. പിന്നെ നമ്മള് കല്യാണം കഴിഞ്ഞ് വരണ സമയത്ത് അല്ലെങ്കിൽ കല്യാണം അങ്ങനെ ഉറപ്പിച്ച് വെക്കുമ്പോൾ ചെക്കൻ്റെ വീട്ടുകാരോട് കുറെ ആൾക്കാർ വന്ന് ചോദിക്കും, നാട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാവരും വന്ന് ചോദിക്കും എത്ര തരാന്നാ പറഞ്ഞേക്കണേ, ഇല്ലേ ചോദിക്കാറില്ലേ എത്ര കിട്ടും ചോദിക്കാറില്ലേ? അപ്പൊ അങ്ങനെ സ്വാഭാവികമാണ്, എല്ലാവരും വന്ന് ചോദിക്കും. അത് ആ ജനറേഷന്റെ ഒരു പ്രത്യേകതയാണ്. പണ്ടൊട്ടേ അങ്ങനെ ആയിരുന്നല്ലോ അവര്. അപ്പൊ അതെന്താ ചെക്കന്റെ വീട്ടുകാർക്ക് അത് ഇങ്ങനെ അങ്ങനെയൊന്നും ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ഇപ്പൊ അവിടെ മതിൽ കിട്ടിട്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളൊന്നും ചോദിക്കാനും പോയിട്ടില്ല, അങ്ങനെ പറയാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവണം ആദ്യം തന്നെ. പിന്നെ പെമ്പിള്ളേരെ കെട്ടിച്ചു കൊടുക്കുമ്പോ വലിയ ജോലി, വലിയ കശുകാരി, ഇല്ലെങ്കിൽ എന്താ പറയാ ഇട്ടുമൂടാത്ത സ്ഥലം, തേങ്ങ മാങ്ങ അങ്ങനെയൊന്നും നോക്കി കെട്ടിച്ചു കൊടുക്കാണ്ട് അത്യാവശ്യം നല്ലൊരു ജോലി, ഒരു കുടുംബം പോറ്റാനുള്ള കഴിവ്, അല്ലേ? പിന്നെ സ്വഭാവം, ഇതൊക്കെ നോക്കണം. അതന്നെ കുടുംബം നോക്കണം. അല്ല അവരുടെ സ്റ്റാറ്റസിനനുസരിച്ചിട്ടുള്ള ചെക്കന്മാരെ അവര് നോക്കും, പക്ഷെ ചെക്കന്റെ സ്വഭാവം നോക്കില്ല, അല്ലേ? അങ്ങനെ ചെക്കന്റെ സ്വഭാവം നോക്കി ചിലരോട് അന്വേഷിക്കുമ്പോ നല്ല സ്വഭാവം പറഞ്ഞ് ചതിക്കണവരുണ്ട്. അതന്നെ. അപ്പൊ അങ്ങനെ എല്ലാം ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പൊട്ട സ്വഭാവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ്ട് കെട്ടിച്ചു കൊടുക്കണവരുണ്ടാവും, ചിലരുണ്ടാവും അന്വേഷിക്കാണ്ട്. പിന്നെ ഓരോരുത്തരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ചെക്കന്മാരെ നോക്കുമ്പോ അവര് ആ കാശ് മാത്രം കണ്ട് കെട്ടിക്കണവരുണ്ടാവും, ഇല്ലേ? കാശ് മാത്രം കണ്ട് സ്വഭാവം നോക്കാണ്ട് കെട്ടിക്കണവരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാണ്ട് അത്യാവശ്യം നമ്മുടെ പെൺപിള്ളേരെ നല്ലപോലെ നോക്കാൻ പ്രാപ്തിയുള്ള ഒരു ചെക്കനെ കെട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനൊന്നും ഒരു ഇതിലേക്ക് വരില്ല, ഇങ്ങനൊന്നും ഒരു കാര്യങ്ങള് ഉണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. അപ്പൊ ഇത്രയൊക്കെയുള്ളോ സ്ത്രീധനത്തെ കുറിച്ച് പറയാനുള്ളത്. സ്ത്രീധനം
അല്ല സ്ത്രീധനം വാങ്ങുന്നത് വാങ്ങണത് കൊടുക്കണതൊക്കെ ശിക്ഷാർഹമാണ്. പിന്നെ എന്തൊക്കെയാ അതന്നെ, അത് കുറെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് പറയണമെന്നുള്ള പ്രവർത്തിയില്ല. പിന്നെ അതന്നെ, പിന്നെ കുറെ ആൾക്കാർ എന്താ പറയാ, കാരണവന്മാരുടെ ആഗ്രഹമാണ് മക്കള് സ്വർണ്ണിട്ട് കാണണം എന്നൊക്കെ. പക്ഷെ അതിങ്ങനെ കണക്ക് പറഞ്ഞ് വാങ്ങാണ്ട് നമ്മുടെ ഉള്ളത് കൊടുക്കുക, മനസ്സറിഞ്ഞ് കൊടുക്കണം. അല്ലാണ്ട് കണക്ക് പറഞ്ഞ് ചോദിക്കാണ്ടിരിക്കുക, അത് വാങ്ങാണ്ടിരിക്കുക അല്ല മനസ്സിൽ. അതന്നെ. അപ്പൊ അത്രയ്ക്കൊക്കെയുള്ള ഇന്നത്തെ സ്ത്രീധനത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇതാണ്, നാട്ടുകാരെന്ത് വിചാരിക്കുന്നത് നോക്കാണ്ട് നമ്മൾ ജീവിക്കുക. നാട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുക. അതാണ് മെയിൻ പോയിന്റ് അല്ലേ? അല്ലേ? അതന്നെ. പിന്നെ എന്താ, അപ്പൊ ഇത്രയ്ക്കുള്ള. ഇനി അമ്മച്ചിക്ക് എന്താ പറയാനുണ്ടാ? എനിക്കൊന്നും പറയാനില്ല. വെയിലാണ് എന്റെ ദൈവമേ. അപ്പൊ എന്താ കഴിഞ്ഞില്ലേ? ഇതെല്ലാം പറയാനോ? എന്താ പറയാ, അവിടെ നിക്ക്, ഞാൻ വൈൻഡപ്പ് പറയട്ടെ. അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം നടക്കണ കാരണം കൊണ്ടാണ് ഞങ്ങള് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. അപ്പൊ എന്താ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഞെക്കിക്കോളും, ഓൾ ഓപ്ഷൻ ഞെക്കിക്കോളും. എന്നാൽ ഞാൻ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണില്ല. നെക്സ്റ്റ് വീഡിയോയിൽ നാളെ രാത്രി 7 വീണ്ടും കാണാം. അതൊരു